അപ്രതീക്ഷിതമായി ഉണ്ടായ ദുരന്തത്തിന്റെ നടുക്കത്തിലാണ് ഉത്തർപ്രദേശിലെ ഹാഥ്രസ്. ആധ്യാത്മിക പ്രഭാഷണ ചടങ്ങിനിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് മരിച്ചവരുടെ എണ്ണം 116ആയി. മരിച്ചവരിൽ 7 കുട്ടികളും ഉണ്ട്. നിലവിൽ ചികിത്സയിലുള്ളത് 20 പേരാണ്. അനുവദിച്ചതിലും അധികം ആളുകൾ എത്തിയതാണ് അപകടത്തിന് കാരണമായത് എന്നാണ് നിഗമനം. അതേസമയം പരിപാടിയിലെ പ്രധാനി ബോലെ ബാബ എന്നറിയപ്പെടുന്ന നാരായൺ സകർ വിശ്വഹരി ഒളിവിലാണ്. ഹാഥ്രസ് ജില്ലാ ആശുപത്രിയിൽ നിന്നും അർജുൻ പീതാംബരൻ ചേരുന്നു. അർജുൻ, 20 പേരാണ് ഇപ്പോൾ ഹാഥ്രസ് ജില്ലാ ആശുപത്രിയിൽ ഉള്ളത് എന്നല്ലേ പറയുന്നു. അപ്പോൾ ഈ 20 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണോ? മൃതദേഹങ്ങൾ എപ്പോഴത്തേക്ക് പോസ്റ്റ്മോർട്ടം ചെയ്ത് പൂർത്തിയാക്കുമെന്നാണ് കരുതുന്നത് അവിടെയുള്ളവരുടെ? മോദി, ഇപ്പോൾ ആകെ ചികിത്സയിലുള്ള ദ്വീപാണ് ഹാഥ്രസ് ജില്ലാ ആശുപത്രിയിൽ മാത്രമല്ല. അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ജില്ലാ ആശുപത്രിയല്ല, മറിച്ച് അവിടെ നിന്നും 40 കിലോമീറ്റർ മാറി ഈ ദുരന്തം നടന്ന ആ ഒരു പ്രദേശത്താണ്. ഹാഥ്രസ് സിറ്റിയിൽ നിന്നും ഏകദേശം 40 കിലോമീറ്റർ ദൂരമുണ്ട്. സിക്കന്ദർ റാവു എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമമാണ്. ഈ കാണുന്ന പ്രദേശത്താണ് ഇന്നലെ ആ വലിയ ദുരന്തം ഉണ്ടായത്. 116 പേരുടെ മരണത്തിന് കാരണമായിട്ടുള്ള ആ സത്സംഗ്, ആ ആധ്യാത്മിക പ്രഭാഷണം നടന്ന ആ ഒരു വേദിയാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അവിടെ ഫോട്ടോയിൽ ആ ഭോലെ ബാബ എന്ന് പറയുന്ന വ്യക്തിയെല്ലാം തന്നെ അവിടെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എല്ലാം തന്നെ കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ പരിപാടിയായിരുന്നു ഇവിടെ. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ ഇവിടെ 1,00,000-ലധികം ആളുകൾ തടിച്ചുകൂടിയത്. അതായത് ജില്ലാ ഭരണകൂടം അനുവദിച്ചതിലും അധികം ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ്. മാത്രമല്ല, പോലീസ് വന്ന് ചോദിച്ച സമയത്ത് എത്ര ആളുകൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു കണക്ക് കൃത്യമായി പറയാൻ പറ്റില്ല എന്നുള്ള കാര്യം കൂടി ഈ പരിപാടിയുടെ സംഘാടകർ പറഞ്ഞു എന്നുള്ള വിവരം കൂടി നമുക്ക് എന്തായാലും ഇവിടെ നിന്നും ലഭിക്കുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നും അതിനുശേഷവും പരിപാടി നിർത്തിവെക്കണമെന്നോ അല്ലെങ്കിൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടെന്നോ എന്നടക്കമുള്ള യാതൊരു മുന്നറിയിപ്പും ഉണ്ടായില്ല. പോലീസിന്റെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ട്, അതുപോലെ തന്നെ സംഘാടകരുടെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായി എന്നുള്ള കാര്യമാണ് നമുക്ക് എന്തായാലും നിലവിൽ ലഭ്യമാവുന്ന വിവരം. ഇന്നലെ വൈകിട്ട് 3:30 ഈ ആധ്യാത്മിക ഈ പ്രഭാഷണ പരിപാടിയെല്ലാം പൂർത്തിയായി ഈ ബോലെ ബാബ പോവാൻ നിൽക്കുന്ന സമയത്ത് ഫോട്ടോ എടുക്കാനും അദ്ദേഹത്തിനൊപ്പം ഫോട്ടോ എടുക്കാനും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങാനുമായിട്ട് ഒരുപാട് ആളുകൾ ഇറങ്ങി തിക്കും തിരക്കും കൂട്ടി. അങ്ങനെ ഇറങ്ങി തിക്കും തിരക്കും കൂട്ടിയവരാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. ഒന്നിനു പുറകെ ഒന്നായി ഒരുപാട് പേർ നിലത്ത് വീണു. അവരുടെ മുകളിലായി മറ്റുള്ളവർ ചവിട്ടി മിതിച്ചുകൊണ്ട് കയറിപ്പോയി. അതാണ് ഇത്തരത്തിൽ വലിയ അതായത് വാസ്തവത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അന്ധമായ ആരാധന അല്ലെങ്കിൽ അന്ധമായ ഭക്തി എന്നുള്ളൊരു വിഷയമാണ് ഇത്തരത്തിൽ വലിയ ഒരു ദുരന്തത്തിലേക്ക് വഴിവെച്ചത്. മാത്രമല്ല, ഈ ഹാഥ്രസ് അതുപോലെ തന്നെ ഇട്ടാ ജില്ലകളിലും അതുപോലെ തന്നെ മറ്റ് അനുബന്ധ ജില്ലകളിലും കഴിഞ്ഞൊരു 20 വർഷത്തിലധികമായി പ്രവർത്തനം നടത്തി വരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ ബോലെ ബാബ എന്ന് പറയുന്നത്. ഇയാളെ പറ്റി പല കഥകളുണ്ട്. ഒരു സ്വയം പ്രഖ്യാപിത ആൾദൈവം എന്നൊക്കെ വിളിക്കാം. വലിയ രീതിയിലുള്ള ഒരു ഫോളോവേഴ്സും വലിയ രീതിയിലുള്ള ആരാധകരും എല്ലാം തന്നെ ഈ വ്യക്തിക്ക്, ഈ സ്വയം പ്രഖ്യാപിത ആൾദൈവത്തിന് ഈ ഹാഥ്രസ്, ഇട്ട, അതുപോലെ തന്നെ അലിഗഡ്, ആഗ്ര ഉൾപ്പെടെയുള്ള ജില്ലകളിലുണ്ട്. ആ 4 ജില്ലകളിൽ നിന്നുള്ള ആളുകളായിരുന്നു പ്രധാനമായിട്ടും ഈ പരിപാടിയിൽ, പ്രഭാഷണത്തിൽ, ഈ സത്സംഗിൽ പങ്കെടുക്കാനായിട്ട് ലോറികളിലടക്കം കൂട്ടമായിട്ട് ഇവിടെ എത്തിയത്. കൂടുതലും സ്ത്രീകളായിരുന്നു. മരണപ്പെട്ടവരിലും കൂടുതൽ സ്ത്രീകളാണ്. 108 പേര് മരിച്ചതിൽ 108 പേരും സ്ത്രീകളാണ്. 7 പേർ കുട്ടികളും 1 യുവാവുമാണുള്ളത്. മാത്രമല്ല, ഒരു കുടുംബത്തിലെ തന്നെ നിരവധി ആളുകൾക്കടക്കം ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ വലിയ ഒരു ദുഃഖത്തിലേക്കടക്കം പോയ ആ കാര്യങ്ങൾക്കെല്ലാം വടിവെച്ച ആ ഒരു പ്രദേശമാണ്. ആ നേരെ കാണുന്ന ടെൻറ്റിലാണ്, ആ പ്രത്യേകമായിട്ട് സജ്ജീകരിച്ച ടെൻറ്റിലായിരുന്നു ഈ പരിപാടി നടത്തിയത്. ഈ പ്രദേശത്ത് ഈ ടെൻറ്റ് പോലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ 1,00,000-ലധികം ആളുകളെ എങ്ങനെ ക്രമീകരിക്കും? അവർക്ക് ഈ ബോലെ ബാബ എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്തേക്ക് എത്തണമെങ്കിൽ ഒരു ഫോട്ടോ എടുക്കണമോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസം അനുസരിച്ച് അനുഗ്രഹം വാങ്ങണമെങ്കിലോ അതിന് വേണ്ട സജ്ജീകരണങ്ങളോ ക്രമീകരണങ്ങളോ പോലും പോലീസ് ഒരുക്കിയിരുന്നില്ല. അതിൻ്റെ ഭവിഷ്യത്ത് അല്ലെങ്കിൽ അത് ചെന്ന് ഭവിച്ചത് ഇപ്പോൾ ഈ 116 പേരുടെ ജീവൻ എടുത്തുകൊണ്ടാണ്. മാത്രമല്ല, 20 പേർ ഇപ്പോഴും 4 ആശുപത്രികളിലായി. അലിഗഡ് ജില്ലാ ആശുപത്രി, ഹാഥ്രസ് ജില്ലാ ആശുപത്രി, ആഗ്ര മെഡിക്കൽ കോളേജ്, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഈ ബോർഡറിൽ തന്നെയുള്ള ഇട്ട എന്ന് പറയുന്ന ജില്ലയിലെ ജില്ലാ ആശുപത്രി. ഈ 4 ആശുപത്രികളായി ഇപ്പോഴും ചികിത്സയിലുള്ളത്. മറ്റ് തിരിച്ചറിഞ്ഞ ഏകദേശം 90-നടുത്ത് മൃതശരീരങ്ങൾ ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനിയും 10-ലധികം മൃതശരീരങ്ങൾ തിരിച്ചറിയാനുണ്ട്. ഈ തിരിച്ചറിഞ്ഞ മൃതശരീരങ്ങൾ ഇതിനോടകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി മുതൽ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്നുണ്ട്. ആ പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നു കഴിഞ്ഞാൽ, അത് പൂർത്തിയായി കഴിഞ്ഞാൽ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ശേഷം സംസ്കാര പരിപാടികൾക്ക് നടക്കും. ഈ ബോലെ ബാബയുടെ ആശ്രമം കേന്ദ്രീകരിച്ച് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അത് മെയിൻപൂരിലാണ്. ഇവിടുന്ന് കുറച്ചധികം ദൂരമുണ്ട്. ഇന്നലെ രാത്രി മുതൽ അവിടെ അന്വേഷണം തുടരുകയാണ്. പക്ഷേ ആ ബോലെ ബാബയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അയാൾ ഒളിവിലാണ് എന്ന് പറയുന്നു. പക്ഷേ
കണ്ടെത്തി കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യാനും കസ്റ്റഡിയിൽ എടുക്കാനും വേണ്ടിയിട്ടുള്ള നടപടിയിലേക്ക് എന്തായാലും പോലീസ് കടന്നിട്ടുണ്ട്. ഇനി ഇവിടെ നടക്കാൻ പോകുന്ന പ്രധാന സംഭവം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഈ അപകട സ്ഥലം സന്ദർശിക്കും. കാര്യങ്ങൾ സ്ഥിതിഗതികൾ എന്താണ് ഈ അപകടത്തിലേക്ക് വഴിവെച്ചത് എന്നുള്ള കാര്യം നേരിട്ട് വിലയിരുത്തും. മാത്രമല്ല ഈ യഥാർത്ഥ കാരണം കണ്ടെത്താനായിട്ടൊരു പ്രത്യേക അന്വേഷണ സംഘത്തെയും രൂപീകരിച്ചിട്ടുണ്ട്. അവരുടെ അടക്കം റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ എന്തായാലും ഇപ്പോൾ മുന്നോട്ട് പോകുക. എന്തായാലും ഈ ഭോലെ ബാബയ്ക്ക് വേണ്ടി ഇപ്പോഴും വലിയ രീതിയിൽ ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയാണ്. ബേൻപൂരിലെ ആശ്രമത്തിൽ അദ്ദേഹം ഇല്ല എന്ന് പറയുന്നു. ഇപ്പോഴും ആ ആശ്രമത്തിൽ പോലീസ് നിൽക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം, ആ ഭോലെ ബാബയ്ക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം തന്നെയാണ് ഇപ്പോൾ ഊർജിതമായി തുടരുന്നതും. 20 പേർ പരിക്കേറ്റ ആശുപത്രിയിലുണ്ട്. അവർക്ക് വേണ്ട ചികിത്സയും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ മരിച്ച 116 പേരുടെ